ശ്രീ സേനാപതി വേണു, വളരെ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടും അദ്ദേഹം ശ്രീ എം ജയചന്ദ്രൻ ഇടത് നിരീക്ഷകനും മാധ്യമപ്രവർത്തകനായ അദ്ദേഹം ഇവിടെ വന്നത് അദ്ദേഹത്തിന് ശബരിമലയോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടുകൂടിയാണ്. മാത്രമല്ല അദ്ദേഹം അവിടെ പരമ്പര ചെയ്തിട്ടുണ്ട് മാധ്യമപ്രവർത്തകനായിരിക്കുന്ന ഘട്ടത്തിൽ. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പോറ്റിയച്ചാരാതെ കൃത്യമായി ദേവസ്വം ബോർഡിൻ്റെ അന്വേഷണം, ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടതുപോലെയുള്ള അന്വേഷണത്തിന് സർവ്വവിധത്തിലുമുള്ള വഴിയൊരുക്കുകയാണ് വേണ്ടത് രാഷ്ട്രീയമായി. ഇതിൽ രാഷ്ട്രീയം കലർത്തുക, അതാണ് ശ്രീ എ സമ്പത്ത് സൂചിപ്പിച്ചത്. അല്ല, ഞാൻ ഈ ജയചന്ദ്രൻ സാറുമായി പല ചാനൽ ചർച്ചകളിലും പങ്കെടുക്കുമ്പോഴും എന്താ പറഞ്ഞേ, വളരെ ആദരവോടുകൂടി അദ്ദേഹത്തിന്റെ വാക്കുകളെ ശ്രവിക്കാറുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ ഈ കാര്യത്തിലുള്ള പഠനവും അതിന്റെ വ്യാഖ്യാനങ്ങളും ആശയപരമായി വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുമ്പോഴും ഒക്കെ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പുട്നിക്കിൽ നിന്ന് വന്ന് ഒരു സുപ്രഭാതത്തിൽ ശബരിമലയിൽ ഇറങ്ങിയ ആളല്ല. പോറ്റി കുറ്റക്കാരനാകുന്നതോടൊപ്പം തന്നെ ഇവിടെ കഴിഞ്ഞ ദേവസ്വം ബോർഡ്, ഇപ്പോൾ പ്രശാന്ത് ഇപ്പോഴാണല്ലോ വന്ന്, പ്രശാന്ത് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോയി, അദ്ദേഹത്തിന് അപ്പുറത്തൊരു അക്കോമഡേഷൻ, അതൊന്നും ഞാൻ അതിനൊന്നും കുറ്റം പറയുന്നില്ല. പക്ഷേ അതിനു മുമ്പ് ശ്രീ അനന്തഗോപൻ സാർ ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് അനന്തഗോപൻ, ശ്രീ പത്മകുമാർ, ഇവരെല്ലാം ദേവസ്വം ബോർഡിന്റെ ശ്രീ പത്മകുമാർ. അപ്പോ പത്തനംതിട്ടയിൽ നിന്നുള്ള CPM-ന്റെ എല്ലാരെയും പറയൂ. അതെ, അല്ല, അവരുടെ ഈ ശ്രീ സമ്പത്ത് നേതാവ് തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഒളിച്ചു വെക്കാനൊന്നുമില്ല, ആരായാലും വരട്ടെ, എന്തായാലും വരട്ടെ. ഞാൻ പറഞ്ഞത് ഇവരുടെയൊക്കെ പാട്രണേജിലും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ എന്താ നമ്മൾ പറയുന്നത്, ഇവരുടെയൊക്കെ അനുഗ്രഹാശിസോട് കൂടി മാത്രമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കൃത്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വന്ന വാർത്ത, സമ്പന്നരായ ആളുകൾ അവിടെ സന്ദർശനം നടത്തുമ്പോൾ അവർക്ക് പ്രത്യേകമായ സൗകര്യങ്ങൾ ചെയ്തു. ഇതൊക്കെ നമ്മൾ പളനി ക്ഷേത്രങ്ങളിലൊക്കെ കാണാറുണ്ട്. കാരണം അവിടെ ഇങ്ങനെയാണ്, ആളുകൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആരെങ്കിലും വളഞ്ഞ് കയ്യെ പിടിച്ച് നമ്മളോട് നിങ്ങൾ ഇതുവഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് ദർശനം നടത്താം, ഇതൊക്കെ. പക്ഷേ ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ തുടങ്ങിയതല്ലോ ഇടപെടാൻ, അല്ല അവിടെ അല്ല ഞാൻ പറഞ്ഞത്, അവിടെ ഇടപെടാനും ഈ രീതിയിലുള്ള ഹീനമായ കൃത്യങ്ങൾ ചെയ്യുവാനും അവർക്ക് സഹായം നിശ്ചയമായിട്ടും അജിംഷ എത്ര നമ്മൾ നിഷേധിച്ചാലും ദേവസ്വം ബോർഡിന്റെ ഉന്നതരായ അധികാരികളിൽ നിന്ന് ഇവർക്ക് അതിനുള്ള പിന്തുണകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോ സേനാപതി വേണോ, ഈ വിഷയത്തിൽ ശബരിമലയിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ അവിടെ അന്തിമ വാക്കായുള്ള സ്പെഷ്യൽ ഓഫീസറുണ്ട്. അതിന് മുകളിൽ ഹൈക്കോടതി വെച്ചിരിക്കുന്ന അവരുടെ ജുഡീഷ്യൽ പ്രതിനിധിയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിൽ ഇതൊക്കെ ദേവസ്വം ബോർഡിൻ്റേതാണ് എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് ആണ് കൃത്യമായി ഇതിലെ കള്ളത്തരങ്ങൾ പുറത്തേക്ക് എത്തിച്ചത്. അത് നമ്മൾ ശ്ലാഘിക്കണം. അവിടെ രാഷ്ട്രീയം കലർത്തരുത്. അതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇവിടെ ശബരിമല എന്ന് പറയുന്ന ആ മതേതര യശസ്സിനെ, ആ മഹാക്ഷേത്രത്തെ കൊള്ളയടിക്കാൻ ഏതെങ്കിലും പുഴുക്കുത്തുകൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വളഞ്ഞിട്ട് പിടിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ സംരംഭത്തെ നമ്മൾ സ്വാഗതം ചെയ്യണം. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ. താങ്കളുടെ പാർട്ടി ഉപേക്ഷിച്ച് ഇപ്പുറത്ത് വന്ന PS പ്രശാന്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴായാലും അതിൽ നമ്മൾ രാഷ്ട്രീയം കാണും. അല്ല, ശബരിമലയുടെ മതേതരത്വമോ അല്ലെങ്കിൽ ശബരിമലയ്ക്ക് എന്താ പറഞ്ഞ വിശ്വാസത്തിന്റെ ഭാഗമായി കെട്ടും കെട്ടി പോകാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യ അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ ആ അവകാശങ്ങളൊക്കെ ശബരിമല അയ്യപ്പനിൽ വിശ്വാസമുള്ള ഹൈന്ദവ വിശ്വാസികളാണ് അതിൽ ബഹുഭൂരിപക്ഷം, 99%. മറ്റാരെങ്കിലും ഇല്ല എന്നോ ഉണ്ട് എന്നുള്ളതൊന്നും എല്ലാവരും പോകുന്നുണ്ട്. നമ്മളൊക്കെ ഒരു നാട്ടിൽ ജീവിക്കുന്ന വിശ്വാസികളായ എല്ലാ മതക്കാരും അവിടെ വരുന്നുണ്ട്. എന്നാലും അവരുടെയൊക്കെ എണ്ണം എന്ന് പറയുന്നത് പരിമിതമായിട്ടുള്ള എണ്ണവും കാര്യങ്ങളുമാണ്. പക്ഷെ ഇവിടെ പ്രധാനമായി ഈ കുറ്റകൃത്യത്തിൽ എന്താ പറഞ്ഞ പോലെ എല്ലാ വാദ്യത്തിനും മുകളിൽ ചെണ്ടയുടെ വാദ്യം എന്ന് പറഞ്ഞ പോലെ അവിടെ എല്ലാ സംവിധാനങ്ങൾക്കും മുകളിൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒന്ന് നിൽക്കുന്നു. ആ ദേവസ്വം ബോർഡിന്റെ കീഴിലോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനോട് ചേർന്നോ ആണ് ബാക്കിയുള്ള സംവിധാനങ്ങളെല്ലാം വരുന്നത്. അപ്പോ ഇവിടെ നടക്കുന്ന ഈ കൃത്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഭക്തർ കൊടുക്കുന്ന കാണിക്കയും സ്വർണവും ഈ ദേവസ്വം ബോർഡിന്റെ കാര്യം തന്നെ നമുക്ക് പറയാം. ഈ PS പ്രശാന്ത് ഇതേ സംബന്ധിച്ച് പറഞ്ഞു. ഇപ്പോൾ നാണയങ്ങൾ എറിഞ്ഞ് ഈ സ്വർണ്ണപ്പാളിക്ക് പരിക്കുണ്ടായ ഘട്ടത്തിൽ അത് ചെന്നൈയിലെ ആധികാരികമായ ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ മഹസർ തയ്യാറാക്കിയിരുന്നു. ഇതെല്ലാം ക്യാമറയിൽ ചിത്രീകരിച്ചിരുന്നു. ഒരു വിധത്തിലുമുള്ള കപടത അതിലുണ്ടാകാതെ വളരെ സൂക്ഷ്മമായി പരിപാലിച്ചു. അത് PS പ്രശാന്ത് പറയുന്നു. നമ്മൾ കാണണം. അതല്ല പ്രശാന്ത് പറയുന്നത് പോലെ അല്ലല്ലോ ഗ്രൗണ്ടിൽ കാണുന്നത്. പ്രശാന്ത് 2019 കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നീട് ഇപ്പോൾ PS പ്രശാന്ത്
അവരുടെ ദേവസ്വം ബോർഡിന്റെ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞ കാര്യമാണ്. യെസ്, അല്ല നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് 2019 ഈ എന്താ പറഞ്ഞ വാതിൽ പാളികൾ സ്വർണം പൂശിയിട്ടുള്ള ദ്വാരപാലകരുടെ പാളികൾ അത് ഇളക്കിയെടുക്കാനും അത് ഇളക്കിയെടുക്കുമ്പോൾ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അവിടെ സ്വർണം പൂശൽ പ്രക്രിയ നടക്കുക എന്നുള്ളത് അവിടെ വെച്ച് തന്നെ നടക്കണം എന്നുള്ളതാണ്. അതും അതെങ്ങനെ നടക്കും? അത് നടക്കില്ല, അത് തെറ്റാണ്, അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സേനാപതി വേണുവിനെ പോലെ അവിടവുമായി നല്ല ബന്ധമുള്ള ഒരു ഭക്തൻ എന്ന നിലയിൽ കൂടി അതെങ്ങനെ നടക്കും? കാരണം ഇത് ഇത്തരത്തിൽ കാഥോഡും ആനോഡും എന്നൊക്കെ പറയുന്ന പ്രക്രിയകളുണ്ട്, ആസിഡിന്റെ പ്രക്രിയകളുണ്ട്, മെർക്കുറി അടക്കമുള്ളവയുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അതവിടെ ആ മെഷീനറികൾ അവിടെ എത്തിച്ച് ഇത് ചെയ്യാനാകില്ല. ഒന്ന്. രണ്ട്, വന നിയമമുണ്ട്, അവിടേക്ക് ഇത്തരത്തിൽ കെമിക്കൽ കൊണ്ടുപോകാൻ പറ്റില്ല, അത് കേന്ദ്ര വന നിയമമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണ് അവിടെ വെച്ച് ഉണ്ടാകുന്നതാണ് മാനുവൽ എന്ന് പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? അത് ശരിയാണോ? താങ്കൾ അറിയാമെന്നിട്ടും അത് മറച്ചു വെച്ച് പറയുകയാണ്. അല്ല അജിംഷാ, ഞാൻ അതിനകത്തൊരു തെറ്റിദ്ധാരണ പരത്തുവാനോ ഇല്ലെങ്കിൽ അതുമല്ല. 6 മണിക്ക് ശേഷം ഈ പ്രക്രിയ, അതായത് ഈ പ്രക്രിയകളൊക്കെ നടത്തുന്നതിന് വേണ്ടി എന്താ പറഞ്ഞ ബുൾഡോസറോ JCB ആ രീതിയിലുള്ള യന്ത്രസാമഗ്രികളല്ല കൊണ്ടുപോകുന്നത്. അത് എന്താ പറഞ്ഞ സ്വർണ്ണപ്പണിക്കാര് അവരുടെ കയ്യിലുള്ള പരിമിതമായത് അതും പറയുന്നത് അങ്ങനെ നടക്കില്ല. അത് ഈ ചെന്നൈയിലെ ഈ സ്ഥാപനത്തിന്റെ വക്കീൽ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം തന്നെ ഈ കാര്യത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. കാരണം ഇത്രയേറെ വലിയ ഒരു കെമിക്കൽ പ്രോസസ് ഉണ്ട്, നമുക്കറിയാവുന്നതാണ്, നമ്മൾ പ്രാഥമികമായി പഠിച്ചിട്ടുള്ളതല്ലേ. ഇങ്ങനെ ഇലക്ട്രോപ്ലേറ്റിംഗ് ഒക്കെ നടത്തണമെങ്കിൽ കാഥോഡ് ആനോഡ് അത് ഒരു പ്രത്യേക ആസിഡ് ലായനിയിൽ ഒക്കെ ചെയ്യേണ്ടതല്ലേ. അത് അങ്ങനെയാണ് മലയിൽ കൊണ്ടുപോയി ചെയ്യാനാകുന്നത്. അല്ല, ഈ പ്രക്രിയകൾ നടക്കുന്നത് ഭക്തന്മാര് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ക്ഷേത്രം തുറന്നു വെച്ചിരിക്കുന്ന സമയത്തോ അല്ലല്ലോ. അത് 2 മാസമോ 3 മാസ കാലമല്ലേ. അതവിടെ എത്തിക്കാൻ പറ്റില്ല. അതിന് 2 തരം തടസ്സമാണ്. ഒന്ന്, അത്രയും വലിയൊരു മെഷീനറി അവിടെ എത്തിക്കുന്നത് ബുദ്ധിമുട്ടാണ്. 2, ഈ ഇത്തരം കെമിക്കലുകൾ, ഇതിന് ഉപയോഗിക്കുന്ന കെമിക്കലുകളും ആസിഡും ഒക്കെ ആ മലയിൽ അങ്ങനെ കൊണ്ടുപോകുന്നത് സുരക്ഷിതവുമല്ല, അത് കേന്ദ്ര വനനിയമപ്രകാരം അനുവദിക്കുന്നതുമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് പൂങ്കാവനത്തിൽ റിസ്ക് എടുത്ത് അങ്ങനെ കൊണ്ടുപോകാനാകില്ല. അതുകൊണ്ട് അത് മാനുവൽ എന്നും പറയുന്നതിൽ അതിൽ അർത്ഥമില്ല, ആര് പറഞ്ഞാലും. അത് സബ്ജക്ട് ടു കറക്ഷൻ. നമുക്കറിയാൻ മേലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നില്ല. പക്ഷേ എന്റെ പരിമിതമായ അറിവിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ തന്നെയും ഇത് മഹസറിൽ വിവരിച്ച് അതോടൊപ്പം ദേവസ്വം ബോർഡിന്റെ ഒരു പ്രതിനിധിയുടെ സാന്നിധ്യത്തിലാണ് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത്. പ്രശാന്ത് പറയുന്നു, ഈ ദേവസ്വം ബോർഡിന്റെ കാലത്ത് അത്തരം മാനദണ്ഡങ്ങളെല്ലാം പാലിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീ PS പ്രശാന്ത് തന്നെ പറയുന്നുണ്ട്. കാരണം മഹസർ തയ്യാറാക്കിയിരുന്നു, പ്രതിനിധികളുണ്ട്, തന്ത്രിയുടെ ആവശ്യപ്രകാരമാണ് അത് ചെയ്തത്. നാണയമെറിഞ്ഞ് പരിക്കേൽക്കുന്ന ഒരു ഘട്ടത്തിൽ അതങ്ങനെ വെക്കുന്നത് ശുഭകരമല്ല അവരുടെ വിശ്വാസത്തിന്റെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ തന്ത്രിയാണ് ഇതിന്റെ ആത്യന്തിക വാക്ക്, ആചാര സംബന്ധിയായ കാര്യങ്ങൾ. അത് ആ തന്ത്രി പറഞ്ഞത് പ്രകാരം എല്ലാവിധത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചാണ്. കാരണം ക്യാമറയിൽ ഇതൊക്കെ പകർത്തിയിരുന്നു, മഹസർ എഴുതിയിരുന്നു, ഈ പറഞ്ഞതുപോലെ എല്ലാ പ്രതിനിധികളെയും അവിടെ ഉൾപ്പെടുത്തിയിരുന്നു എന്നൊക്കെ PS പ്രശാന്ത് പറഞ്ഞു. ആ തുടക്കത്തിൽ തന്നെ, ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന തുടക്കത്തിൽ തന്നെ അത് അദ്ദേഹം വിശദീകരിച്ചാണ്. ഞാൻ പറഞ്ഞ 2019 കാര്യമല്ല. ഞാൻ പറയുന്നത് 2019 കാര്യമാണെന്ന്. ഞാൻ പറയുന്നത് 2019 ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളും ഉണ്ടായിരുന്നല്ലോ. അവർക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടാകണമല്ലോ. അങ്ങനെ ബോധ്യമുള്ള ദേവസ്വം ബോർഡിന്റെ ഒരു മാനുവൽ തന്നെ, അതിന്റെ ഒരു പ്രോട്ടോകോൾ തന്നെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ അതെല്ലാം ലംഘിച്ചുകൊണ്ട് ഇത് പുറത്തു പോകുന്നതിന് കാരണക്കാരായ ആളുകൾ അവർ കൂടി വിചാരണ ചെയ്യപ്പെടണം, അവർ കൂടി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരണം. അവർ കൂടി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുമ്പോഴാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ അല്ലെങ്കിൽ പോറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കള്ളന്മാർക്കോ ആരാണ് സംരക്ഷണം കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് അത് സമഗ്രമായി അന്വേഷിക്കണം. അത് ദേവസ്വം വിജിലൻസ് ഇവിടെ കണ്ടുപിടിച്ചതന്നെ. സാധനം കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു, അതിൻ്റെ അകത്ത് കുറവല്ലേ കണ്ടിട്ടുള്ളൂ. അത് കൊണ്ടുപോകാനും കൊണ്ടുപോകുന്നതിന് ഒത്താശ ചെയ്ത് കൊടുത്ത ആളുകളും അത് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ നിയമപരമായ രീതിയിൽ, അതാണല്ലോ നമ്മൾ പറയുന്നത്. ഒരു കുറ്റകൃത്യം എന്ന് പറയുന്നത് എന്താ? ഏതെങ്കിലും ഒരു കാര്യം ഏത് വഴിയിൽ ചെയ്യണമെന്ന് നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നതിന് വിരുദ്ധമായ രീതിയിൽ. അത് 2019 ഇതിന് മഹസർ തയ്യാറാക്കിയിട്ടില്ല, ദേവസ്വം പ്രതിനിധി പോയിട്ടില്ല. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി അന്നത്തെ. വീഴ്ച എന്നുള്ളത് കേവലം ഒരു വീഴ്ചയല്ലല്ലോ. ആ വീഴ്ച പറ്റിയിരിക്കുന്ന ആളുകൾ അവർ കൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ വരികയും അവർ ആ വീഴ്ചയ്ക്ക് ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം. അതിനാണല്ലോ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കൂടുതൽ സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോകും എന്ന് കോടതിയിൽ ആവശ്യപ്പെടുന്നത് ദേവസ്വം ബോർഡ്. അപ്പോൾ അത് സ്വാഗതം ചെയ്യൂ, ദേവസ്വം ബോർഡിന്റെ ആവശ്യം സ്വാഗതം ചെയ്യൂ. ദേവസ്വം ബോർഡിന്റെ ആവശ്യം സ്വാഗതം ചെയ്യുന്നു എന്ന് മാത്രമല്ല, അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവരും ഈ കേസിൽ അവരെയും ചോദ്യം ചെയ്യണം. അവരിപ്പോ സംശയത്തിന്റെ നിഴലിലാണ്.